സ്നേഹമുള്ളവരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ലോകം മുഴുവനും യുദ്ധഭീതിയിലായിരിക്കുകയാണ്. പല വിധത്തിലുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് വാർത്താ മാധ്യമങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു മൂന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ചിലർ വാദിക്കുന്നത് കേട്ടപ്പോൾ, അല്ലെങ്കിൽ തർക്കിക്കുന്നത് കേട്ടപ്പോൾ, അല്ലെങ്കിൽ തെളിവുകൾ നിരത്തി പറയുന്നത് കേട്ടപ്പോൾ ദൈവവചന സത്യം എത്രത്തോളം സത്യമായി കിടക്കുന്നു, ഈ സത്യത്തിലേക്ക് ലോകത്തിനെത്താൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്തയിൽ നിന്നും ഇന്ന് പകലിൽ ദൈവവചന സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവിൻ്റെ റാപ്ചറിന് ശേഷം വരാനിരിക്കുന്ന 3 മഹായുദ്ധങ്ങളെക്കുറിച്ച് ബൈബിൾ പറഞ്ഞത് എന്താണെന്ന് ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ലോകം മുഴുവനും യുദ്ധഭീതിയിലായിരിക്കുമ്പോൾ പല വിധത്തിലുള്ള ചർച്ചകളെ കൊണ്ട് മനുഷ്യർ അവ്യക്തമായ ആശയക്കുഴപ്പമുള്ള ചില സ്ഥിതികളിൽ കഴിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ വളരെ ഭാരങ്ങളും പ്രയാസങ്ങളും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ വളരെ അസ്വസ്ഥപ്പെട്ട് മനുഷ്യൻ ലോകത്ത് എന്ത് സംഭവിക്കും എന്ന് കരുതി ആശങ്കപ്പെട്ടിരിക്കുന്ന ഒരു ലോകത്തെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത്. കർത്താവും പറഞ്ഞു, ലോകത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഓർത്തുള്ള ഭീതിയാൽ ജനം വളരെ പ്രയാസപ്പെടും ആ നാളുകളിൽ എന്നൊക്കെ കർത്താവ് പ്രവചിച്ച് വെച്ചിട്ടുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ഇന്ന് നടക്കുന്ന ഈ യുദ്ധങ്ങൾ കർത്താവായ യേശുക്രിസ്തു വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 5, 6, 7 വാക്യങ്ങളെ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇങ്ങനെയാണ്: നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. അത് സംഭവിക്കേണ്ടത് തന്നെ, എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടെവിടെ ഉണ്ടാകും. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭമത്രേ. അപ്പോൾ ക്ഷാമവും ഭൂകമ്പവും ജനം ജനത്തോടും രാജ്യം രാജ്യത്തോടും എതിർക്കുന്ന സംഗതികളെക്കുറിച്ച് കർത്താവ് പറഞ്ഞത് അവസാനമല്ല, ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭമാണ് എന്ന് പറഞ്ഞിട്ട് കർത്താവ് തുടർന്നങ്ങനെ താഴേക്ക് പ്രവചനങ്ങൾ പറയുകയാണ്. നമുക്കറിയാം, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിന് ശേഷം ബൈബിളിൽ അനേകം പുസ്തകങ്ങൾ പിന്നീട് രചിക്കപ്പെട്ടു എന്ന് നമുക്കറിയാം. ഏറ്റവും ഒടുവിൽ വെളിപ്പാട് പുസ്തകവും എഴുതപ്പെട്ടു എന്ന് നമുക്കറിയാം. അപ്പോൾ പ്രവചനം അതിൽ തന്നെ പൂർണ്ണതയുള്ളതല്ല, മറിച്ച് എല്ലാ പ്രവചനങ്ങളും, ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള എല്ലാ പ്രവചനങ്ങളും കോർത്തിണക്കി പഠിക്കുമ്പോഴാണ് ഒരു പൂർണ്ണ രൂപത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയുന്നത്. അന്ധന്മാർ ആനയെ കണ്ടതുപോലെയാണ് ഇന്ന് ലോകം യുദ്ധങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ഞാൻ അവരുടെ അറിവിനെ മാനിക്കുന്നു, അവരുടെ ഒരു ഉദ്യമത്തെ ഞാൻ മാനിക്കുന്നു. പക്ഷേ അപ്പോൾ തന്നെ ദൈവവചന സത്യങ്ങൾ ഇവിടെ കിടക്കുമ്പോൾ ആ സത്യങ്ങൾ മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ കണ്ണു തുറന്ന് കാണാതെ ഒരു അന്ധൻ ആനയെ ഇന്നതുപോലെയാണ് ആന എന്ന് പറയുന്നത് പോലെയാണ് ചർച്ചകൾ പലതും നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ലോകത്തിനി വരാനിരിക്കുന്ന 3 മഹായുദ്ധങ്ങളെക്കുറിച്ച് ഞാൻ പ്രാരംഭമായി ആ മഹായുദ്ധങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഞാൻ പറയാം. ഈ 3 യുദ്ധങ്ങളും റാപ്ചറിന് ശേഷം മാത്രമേ നടക്കുകയുള്ളൂ. അതായത് കർത്താവായ യേശുക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, അതിലുള്ള ആഴമായ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ട, യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഒരു കൂട്ടം ജനം ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടാൽ മാത്രമേ അതിനെ റാപ്ചറെന്നും, അല്ലെങ്കിൽ കർത്താവിൻ്റെ മധ്യാകാശ വരവിൽ എടുക്കപ്പെടുന്നവരെന്നും ഒക്കെ ബൈബിളിൽ വിശേഷിപ്പിച്ചിരിക്കുന്ന ആ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടതിന് ശേഷം മാത്രമേ, എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിശ്വസിച്ചിരിക്കുന്ന ഒരു കൂട്ടം ജനത്തെ, എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തൊരു ജനത്തെ സ്വർഗത്തിലേക്ക് ദൈവം കൊണ്ടുപോയി സേഫായി നമ്മളെ കൊണ്ടുപോയതിന് ശേഷം മാത്രമേ തുടർന്നുള്ള 3 മഹായുദ്ധങ്ങൾ നടക്കുകയുള്ളൂ. ആ 3 മഹായുദ്ധങ്ങൾ നമുക്ക് തിരുവചനാടിസ്ഥാനത്തിൽ നമുക്ക് ചിന്തിക്കാം. റാപ്ചറിന് ശേഷം വരാനിരിക്കുന്ന 3 യുദ്ധങ്ങളെ നമുക്ക് ഇങ്ങനെ വിശേഷിപ്പിക്കാം. ഒന്നാമത്തത് 3-ാം ലോക മഹായുദ്ധം. 3-ൽ-1 ജനം മരിക്കുന്ന ലോകമഹായുദ്ധം വരാനിരിക്കുന്നു. അതിനുശേഷം പിന്നീട് കാണാൻ സാധിക്കുന്നത് ഹർമഗദോൻ എന്ന് പറയുന്നൊരു യുദ്ധത്തെക്കുറിച്ചാണ്. അതിനുശേഷം ഗോഗ് മാഗോഗ് എന്ന് പറയുന്നൊരു യുദ്ധത്തെക്കുറിച്ചാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്ന് നടക്കുന്ന ഈ യുദ്ധങ്ങൾ കർത്താവ് പറഞ്ഞതുപോലെ, നിങ്ങൾ യുദ്ധശ്രുതികളെക്കുറിച്ച് കേൾക്കും, ജനം ജനത്തിനെതിരെ, രാജ്യം രാജ്യത്തിനെതിരെ. നിങ്ങൾ ചഞ്ചലപ്പെടാതിരിപ്പിൻ, നിങ്ങൾ അസ്വസ്ഥരാകേണ്ട കാര്യമില്ല, അത് നടക്കേണ്ടത് തന്നെയാണ്. അതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭമാണ്. ഒരു സ്ത്രീ പ്രസവവേദന സമയം, അല്ലെങ്കിൽ പ്രസവിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് ആ വേദന കലശലായി അനുഭവപ്പെടുകയും പിന്നീട് പ്രസവത്തോടടുക്കുമ്പോൾ വേദന കൂടി ഇടവിട്ട് പെട്ടെന്ന് വേദന അടുക്കുന്നത് പോലെ ഈ പറയുന്ന, അല്ലെങ്കിൽ ഈറ്റുനോവ് ആരംഭിച്ച് ആ പ്രസവത്തോടടുക്കുന്ന സമയം കൂടെ ഇത് കൂടുതലായി സംഭവിക്കുമെന്നുള്ള അർത്ഥത്തിൽ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ലോകത്ത് കാര്യങ്ങൾ സംഭവിക്കും. അപ്പോൾ നമുക്ക് ക്രമമായിട്ട് അല്പമായി നമുക്ക് ചിന്തിക്കാം.
വെളിപ്പാടിൽ പറഞ്ഞിരിക്കുന്ന 3 മഹായുദ്ധങ്ങളും റാപ്ചറിന് ശേഷമേ സംഭവിക്കുകയുള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. തന്നെയുമല്ല, 5-ാം കാഹളം മുതലേ നടക്കുന്ന സംഭവങ്ങൾക്ക് കാലക്കണക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ 1 മുതൽ 7 വരെയുള്ള മുദ്രകൾ പൊട്ടിയതിന് ശേഷം 1, 2, 3, 4 കാഹളങ്ങൾ മുഴങ്ങുന്നത് വരെ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് കാലദൈർഘ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇത്ര മുതൽ ഇത്ര വരെ സംഭവിക്കും, അല്ലെങ്കിൽ ഇത്ര വർഷമാണ് സംഭവിക്കുക എന്നുള്ളത് പറഞ്ഞിട്ടില്ല. മറിച്ച് 1-ാം കാഹളത്തിൽ, 2-ാം കാഹളത്തിൽ, 3-ാം കാഹളത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ 7 മുദ്രകളും പൊട്ടുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ അതിന് പ്രത്യേകമായിട്ടൊരു കാലഘട്ടം നിർണ്ണയിക്കാൻ നമുക്ക് സാധ്യമല്ല. പക്ഷേ അതെല്ലാം സംഭവിക്കുമ്പോൾ വായിക്കുന്നവൻ ഗ്രഹിക്കണം, അല്ലെങ്കിൽ അത് സംഭവിക്കുമ്പോൾ നമ്മൾ ഗ്രഹിക്കേണ്ടതാണ്. അപ്പോൾ തന്നെ വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, 9-ന്റെ 5-ാം വാക്യം, 9-ന്റെ 10-ാം വാക്യം, ഇവിടെയൊക്കെ നമ്മൾ വായിക്കുമ്പോൾ തുടർന്ന് 5-ാം കാഹളം മുഴങ്ങുന്നത് മുതലാണ് നമുക്ക് ഈ ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾക്ക് കാലക്കണക്കുകൾ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇത്ര സമയം, ഇത്ര സമയത്തേക്ക് കൃത്യമായി ഇന്ന പോലെ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 9-ന്റെ 1-ാം വാക്യം, 9-ന്റെ 5-ാം വാക്യം, 9-ന്റെ 10-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ അതിൻ്റെ 5 മാസത്തേക്ക് വെട്ടുകിളി ബാധ ഉണ്ടാകും എന്നവിടെ പറഞ്ഞിരിക്കുകയാണ്. തന്നെയുമല്ല, അതിനുശേഷം 9-ന്റെ 15-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ് 13 മാസവും 1 ദിവസവും 1 മണിക്കൂറും നീണ്ടു നിൽക്കുന്ന ഒരു മഹായുദ്ധം. അതിനെയാണ് 3-ാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത്. അതിൽ 1/3 ജനസംഖ്യ മരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തന്നെയുമല്ല, ഈ 5-ാം കാഹളം മുഴങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മളിങ്ങനെ പരിശോധിച്ച് മുന്നോട്ട് പോകുമ്പോൾ 6-ാം കാഹളം മുഴങ്ങുമ്പോഴാണ് ഇവിടെ മഹായുദ്ധം, 3-ാം ലോക മഹായുദ്ധം സംഭവിക്കുന്നത്. അതിനുശേഷം നമുക്ക് തുടർന്ന് കാണാൻ സാധിക്കുന്നത് 2 സാക്ഷികൾക്ക് 3.5 വർഷം അനുവദിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം 3.5 വർഷം എതിർ ക്രിസ്തുവിന് അനുവദിക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷം വെളിപ്പാട് 19-ന്റെ 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ കാലക്കണക്കുണ്ട്. 5 മാസത്തെ വെട്ടുകിളി ബാധ, 13 മാസം നീണ്ടു നിൽക്കുന്ന ഒരു 3-ാം ലോക മഹായുദ്ധം, 2 സാക്ഷികൾക്ക് 3.5 വർഷം, എതിർ ക്രിസ്തുവിന് 3.5 വർഷം, ഇങ്ങനെ കൃത്യമായിട്ടുള്ള കാലക്കണക്കുകൾ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വക സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നത് റാപ്ചറിന് ശേഷമാണ് എന്നുള്ളത് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു. റാപ്ചർ എന്ന് പറയുന്ന ആ ഒരു സുദിനത്തിന് വേണ്ടിയാണ് ഞാൻ അടക്കമുള്ള ക്രിസ്തീയ വിശ്വാസികൾ കാത്തിരിക്കുന്നത്. കാരണം നമ്മളെ സ്വർഗത്തിലേക്ക് ദൈവം കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിന് ശേഷം ഈ ലോകത്ത് വരാനിരിക്കുന്നത് വളരെ കഷ്ടങ്ങളിലേക്ക് ലോകം കൂപ്പുകുത്താൻ പോവുകയാണ്. നമുക്കറിയാം, ഇന്നിപ്പോൾ നടക്കുന്ന യുദ്ധം, ഈ യുദ്ധത്തെ തുടർന്ന് തന്നെ എത്രത്തോളം ബുദ്ധിമുട്ടുകൾ ഈ ലോകം മുഴുവനുമായി ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ സ്വർഗത്തിലേക്ക് നമ്മൾ എടുക്കപ്പെട്ടതിന് ശേഷം ഈ ഭൂമിയിൽ ശേഷിക്കുന്നവർ എന്ന് പറഞ്ഞാൽ കർത്താവിൽ വിശ്വസിക്കാത്ത അവിശ്വാസികളായ ഒരു കൂട്ടം ജനമാണ്, അല്ലെങ്കിൽ അവിശ്വസ്തരായ ഒരു കൂട്ടം ജനമാണ് ഇവിടെ ശേഷിക്കുന്നത്. അവർക്കാണ് ഈ 5 മാസത്തെ വെട്ടുകിളി ബാധയും 1/3 ജനസംഖ്യ മരിക്കുന്ന 13 മാസം നീണ്ടു നിൽക്കുന്ന മഹായുദ്ധവും. അപ്പോൾ തന്നെ അവിടെ 2 സാക്ഷികൾ 3.5 വർഷം പ്രസംഗിക്കുമ്പോൾ തന്നെ ആ സാക്ഷിയെ, അല്ലെങ്കിൽ ആ സാക്ഷികളെ കൊന്നുകൊണ്ട് എതിർ ക്രിസ്തു എന്ന് പറയുന്ന മനുഷ്യൻ രംഗപ്രവേശനം ചെയ്ത് അവൻ ഈ ലോകത്ത് പൈശാചികമായി 3.5 വർഷം ഭരിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതിൽ അനേകർ മരിച്ചു വീഴുന്നുണ്ട്, അനേകർ രക്തസാക്ഷികളാകുന്നുണ്ട്, യുദ്ധങ്ങൾ കൊണ്ട് അനേകർ മരിച്ചു വീഴുന്നുണ്ട്. മനുഷ്യൻ വളരെ കഷ്ടതയിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് ബൈബിൾ വ്യക്തമായി പറയുകയാണ്. ഞാൻ ഈ പറയുന്നത് വാർത്താമാധ്യമങ്ങളിൽ കാണുന്ന ചർച്ചകളിൽ നിന്നുള്ള കാര്യമല്ല, മറിച്ച് ദൈവവചനത്തിൽ, മാറ്റമില്ലാത്ത ദൈവവചനത്തിൽ, കർത്താവിൻ്റെ വചനത്തിൽ, കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ എഴുതി വയ്ക്കപ്പെട്ടിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ കൺമുമ്പിൽ കാണുന്ന ചരിത്ര സംഭവങ്ങളെയും, അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിൽ നടക്കുന്ന സംഭവങ്ങളെയും നമ്മൾ വിലയിരുത്തിയാൽ തന്നെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാർക്കൊരു ബുദ്ധിയുപദേശമായി ഈ ക്ലാസ് ഞാൻ പറയുകയാണ്. നമുക്ക് 1-2 കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് ചിന്തിക്കാം. വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്ന അത്ഭുത ഗ്രന്ഥം, അത് AD 95 മുതൽ ഇന്നു വരെയും ലോകത്ത് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും, തുടർന്ന് ഇനി ലോകത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചും, തുടർന്ന് നിത്യത വരെയുള്ള കാര്യങ്ങളെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു അത്ഭുത ഗ്രന്ഥമാണ് വെളിപ്പാട് പുസ്തകം. വെളിപ്പാട് പുസ്തകത്തോളം തുലനം ചെയ്യാൻ കഴിയുന്ന മറ്റൊരു ഗ്രന്ഥവും ലോകത്തിൽ എഴുതപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനമായ, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം, അത് വായിക്കുന്നവനും ഗ്രഹിക്കുന്നവനും പ്രമാണിക്കുന്നവനും ഭാഗ്യവാൻ എന്ന് പറയുന്ന ഇത്രയും ഭാഗ്യ പദവി നമുക്ക് നൽകി തരുന്ന ഒരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. AD 95 മുതലാണ് അത് എഴുതപ്പെട്ടത്.
അതിനുശേഷം ഇന്ന് 2000 വർഷത്തെ ചരിത്രം പിന്നിട്ടിരിക്കുന്നു. ഇനി ആസന്ന ഭാവിയിൽ നമ്മുടെ റാപ്ചർ സംഭവിക്കും. അതിനുശേഷമാണ് ഈ പറഞ്ഞ മൂന്നാം ലോക മഹായുദ്ധം സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി നമുക്ക് അടുത്ത യുദ്ധത്തിലേക്ക് പോകുന്നതിന് മുൻപേ ഇന്ന് കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെട്ടില്ല എങ്കിൽ അവർക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ അവർക്കൊരു മുന്നറിയിപ്പായി ഏതാനും വാക്യങ്ങളെ നമുക്കൊന്ന് വായിക്കാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 25-28 വാക്യങ്ങൾ വായിക്കുമ്പോൾ, യേശു ജനിച്ച 8-ാം നാളിൽ പരിശോധനയ്ക്കായി കടന്നു വരുമ്പോൾ അന്ന് ശിമയോനും ഹന്നായും ചുരുക്കം ആ ലോകത്തുള്ള കുറച്ചു പേർ മാത്രമാണത് കേട്ട് കണ്ട് വിശ്വസിക്കാനിടയായി തീർന്നത്. എന്നാൽ അന്നത്തെ മഹാപുരോഹിതന്മാരടക്കം ഈ സത്യത്തെ തിരസ്കരിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൻ്റെ 26-27 വാക്യത്തിൽ, എല്ലാ ശബത്തിലും വായിച്ചുകൊണ്ടിരുന്ന തിരുവെഴുത്ത് ഗ്രഹിക്കാതെ അധികാരികൾ യേശുവിനെ ശിക്ഷിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും തിരുവെഴുത്ത് വായിക്കുന്നവരാണ്. ക്രിസ്തീയ കോളത്തിലുള്ള എല്ലാവരും തന്നെ തിരുവെഴുത്തുകൾ വായിക്കുന്നവരാണ്. പക്ഷേ അത് ഗ്രഹിക്കാതെ പോയാൽ അവർക്ക് പറ്റിയ അതേ പറ്റി തന്നെ ഈ വായിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഗ്രഹിക്കാത്തവർക്കും സംഭവിക്കുമെന്നുള്ളത് ഇവിടെ നമുക്കൊരു മുന്നറിയിപ്പായിട്ട് നമുക്ക് എടുക്കാം. തന്നെയുമല്ല, ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം, കർത്താവ് ഇതെല്ലാം നിവർത്തിക്കപ്പെട്ടതിന് ശേഷം എമാവോസിലേക്ക് പോയ 2 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് കാര്യങ്ങളെ ഗ്രഹിപ്പിച്ചപ്പോൾ അവർക്കത് ഗ്രഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ കർത്താവ് അവരെ വിളിച്ച പേരാണ് ഹേ ബുദ്ധിഹീനരെ, അല്ലെങ്കിൽ മന്ദബുദ്ധികളെ. പ്രവാചകന്മാർ തന്നെക്കുറിച്ച് എഴുതി വച്ചിരിക്കുന്നത് ഗ്രഹിക്കാൻ കഴിവില്ലാത്ത മന്ദബുദ്ധികളെ എന്ന് കർത്താവ് അവരെ വിളിക്കുവാനിടയായിത്തീർന്നു. അപ്പോൾ ഈ വിളികളും അല്ലെങ്കിൽ ഈ ഒരു മുന്നറിയിപ്പുകളും ഇന്നത്തെ കാലത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാ ക്രിസ്ത്യാനികൾക്കും, എല്ലാ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും, പ്രത്യേക ക്രിസ്ത്യാനികളെന്ന് പറയുമ്പോൾ അവർ കുറച്ചും കൂടി വചനത്തോട് അടുത്ത് നിൽക്കുന്നവർ ആയതുകൊണ്ടാണ് ഞാൻ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞത്. ഇത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ളൊരു ഗ്രന്ഥമല്ല. മനുഷ്യകുലത്തിൽപ്പെട്ട ഏതൊരു മനുഷ്യക്കുഞ്ഞിനും വേണ്ടി ദൈവം എഴുതി വയ്ക്കപ്പെട്ടിരിക്കുന്ന മാറ്റമില്ലാത്ത വചനമാണ് ബൈബിൾ. അത് ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും എന്നെപ്പോലെ തന്നെ ഇത് വായിക്കുവാനും മനസ്സിലാക്കുവാനും ദൈവമക്കളാകുവാനുമുള്ള അധികാരം ദൈവം നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് അത് ആ രീതിയിൽ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ റാപ്ചറിന് ശേഷം വരുന്ന ആദ്യത്തെ യുദ്ധത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. മൂന്നാം ലോക മഹായുദ്ധമാണ് വരുന്നത്. അതിൻ്റെ കെടുതികളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. 1/3 ജനസംഖ്യ മരിക്കുന്ന അവസ്ഥ അതിനകത്തുണ്ട് എന്നുള്ളത് ചിന്തിക്കുവാനിടയായിത്തീർന്നു. എന്നാൽ രണ്ടാമത്തെ യുദ്ധം നമുക്ക് മനസ്സിലാക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ കാണുന്ന ഹർമഗദോൻ യുദ്ധം എന്ന് പറയുന്നൊരു യുദ്ധത്തെക്കുറിച്ചാണ്. അതിനകത്ത് നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. 6ാമത്തെ കലശം ഭൂമിയിൽ ഒഴിക്കുമ്പോഴാണ് ഈ രണ്ടാമത്തെ യുദ്ധം നടക്കുന്നത്. നമുക്കത് ചില വാക്കുകളിൽ മാത്രം ഒന്ന് പരാമർശിക്കാം. യൂഫ്രട്ടീസ് നദിയിലെ വെള്ളം വറ്റിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട്. തന്നെയുമല്ല, ഭൂരാജാക്കന്മാർക്ക് അതിലേക്ക് ഹർമഗദോനിലേക്ക് ഒന്നിച്ചുകൂടുവാൻ യൂഫ്രട്ടീസ് നദി വറ്റുന്നതായിട്ട് അവിടെ പറയുന്നുണ്ട്. തന്നെയുമല്ല, 7ാമത്തെ കലശം ഒഴിക്കുമ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടാകുന്നുണ്ട്. മഹാനഗരം 3 അംശമായി പിരിയുന്നുണ്ട്. വേശ്യയായ മഹദിയാം ബാബിലോൺ മൃഗത്തോടു കൂടെ കാണുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ മൃഗവും 10 രാജാക്കന്മാരും കൂടെ ചേർന്ന് ഇസ്രായേലിൻ്റെ അവിശ്വസ്ത കൂട്ടമായ മഹദിയാം ബാബിലോണിനെ അഗ്നിക്കിരയാക്കുന്നതും കാണുന്നുണ്ട്. മഹദിയാം ബാബിലോൺ എന്ന് പറയുന്നത് ഇസ്രായേലിലെ അവിശ്വസ്തരായിട്ടുള്ളൊരു ഗണമാണ്. കഴിഞ്ഞ ദിവസം കൂടി ഞാനൊരു വീഡിയോ, ഒരു യഹൂദ റബ്ബിയുടെ വീഡിയോ ഇന്നലെ കാണുവാനിടയായിത്തീർന്നു. അദ്ദേഹം പറയുകയാണ്, ചില ക്രിസ്ത്യാനികൾ തെറ്റിദ്ധരിച്ച് പറയുന്നുണ്ട് യേശുവാണ് മശിഹ എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറേ വചനങ്ങളെടുത്ത് അദ്ദേഹം നിരത്തുകയാണ് യേശു മശിഹ അല്ല എന്ന് തെളിയിക്കുവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പറയുകയാണ് യേശു ഹോളി സ്പിരിറ്റിനാലാണ് ജനിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അതായത് യേശുവിൻ്റെ ഫാദർ ഹോളി സ്പിരിറ്റ് ആണ് എന്ന് പറയുന്നത് ഇതൊരു മണ്ടത്തരമാണ് അല്ലെങ്കിൽ വിവേകശൂന്യതയാണ് എന്നൊക്കെ ഇദ്ദേഹം ഇങ്ങനെ സമർത്ഥിക്കുകയാണ്. അപ്പോൾ ചിന്തിക്കുവാനിടയായിത്തീർന്നു, ഈ ഇങ്ങനെയുള്ള വ്യക്തികളെയാണ് മഹദിയാം ബാബിലോൺ എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിൻ്റെ കന്യകാ ജനനത്തെയും പരിശുദ്ധാത്മാവിലുള്ള ആ ജനനത്തെയും ദൈവത്തിൻ്റെ പുത്രത്വത്തെയും നിഷേധിക്കുന്ന ഈ നിഷേധികളുടെ ഒരു സംഘടനയാണ് ഈ മഹദിയാം ബാബിലോൺ എന്ന് പറയുന്നത്. ഇസ്രായേലിലെ അവിശ്വസ്തരായ ഈ കൂട്ടരാണ് എതിർ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈ മൃഗവും അല്ലെങ്കിൽ ഈ സന്നാഹം അല്ലെങ്കിൽ ഭൂരാജാക്കന്മാരും ചേർന്ന് ഈ മഹദിയാം ബാബിലോണിനെ തകർത്ത് കളയുന്നുണ്ട്. കാരണം ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി തീരേണ്ടിയിരുന്ന ഈ ഇസ്രായേലിലെ പ്രമുഖ ജനം ഇന്ന് ആയിത്തീർന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ആയിത്തീരാൻ പോകുന്നത് സാത്താൻ്റെ മണവാട്ടി അല്ലെങ്കിൽ സാത്താൻ്റെ കാമുകിയായി തീരുമ്പോഴാണ് സാത്താൻ എന്ന വ്യാജ കാമുകൻ തൻ്റെ ആ കാമുകി എന്ന് പറയുന്ന ഈ മഹദിയാം ബാബിലോണിനെ നശിപ്പിച്ചു കളയുന്നൊരു രംഗം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഈ ഹർമഗദോൻ യുദ്ധത്തിൽ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷത നമുക്ക് 19-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ 2 മൃഗങ്ങളും നിത്യാഗ്നിയിലേക്കും സാത്താൻ ബന്ധനത്തിലേക്കും പോകുന്ന കാഴ്ച നമുക്ക്
ഈ ഹർമഗദോൻ യുദ്ധത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രത്തോളം കാര്യങ്ങൾ ഇനി ഭൂമിയിൽ സംഭവിക്കാൻ പോവുകയാണ്. ആദ്യം നടക്കേണ്ടത് 1/3 ജനം മരിക്കുന്ന മഹായുദ്ധം, ലോകമഹായുദ്ധം നടക്കും. അതിനുശേഷം നടക്കുന്നതാണ് ഹർമഗദോൻ എന്ന് പറയുന്നൊരു യുദ്ധം. ആ യുദ്ധത്തിൽ നമുക്കറിയാം മഹദിയ ബാബിലോൺ അടക്കമുള്ള എല്ലാ ദൈവത്തിന് എതിരെ നിന്ന ഈ അവിശ്വസ്ത കൂട്ടരെയും ന്യായം വിധിച്ച്, അല്ലെങ്കിൽ അവരെ ന്യായം വിധിക്കുവാൻ ദൈവം ഉപയോഗിച്ച ഈ കള്ളപ്രവാചകനെയും മൃഗത്തെയും നിത്യാഗ്നിയിൽ തള്ളിയിട്ടുകൊണ്ട്, അല്ലെങ്കിൽ സാത്താനെ ബന്ധനത്തിലാക്കിക്കൊണ്ട് 1000 വർഷം കർത്താവ് ഈ ഭൂമിയിൽ രാജാവായി, അല്ലെങ്കിൽ രാജ്യം യഹൂദർക്ക് സ്ഥാപിച്ചു കൊടുത്ത് കർത്താവ് ഇവിടെ വാഴുകയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 4:9 പറയുന്ന പോലെ ദൈവജനത്തിന് ഒരു ശബത്ത് വിശ്രമം ലഭിക്കാനിരിക്കുന്നു. ഈ 1000 ആണ്ട് എന്ന് പറയുന്ന വലിയൊരു വിശ്രമത്തിലേക്ക് യഹൂദർ കൊടുത്ത വാഗ്ദത്ത പ്രകാരം അവർ കടക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ തന്നെ 1000 ആണ്ടിന് ശേഷമാണ് വരാനിരിക്കുന്ന മറ്റൊരു 3ാമത്തെ യുദ്ധം എന്ന് പറയുന്നത്. ആ യുദ്ധം എന്താണ്? ഗോഗ് മാഗോഗ് യുദ്ധം എന്ന് പറയും. ഈ ഗോഗ് മാഗോഗ് യുദ്ധം നടക്കുന്നത് യേശുക്രിസ്തു മഹത്വത്തിൽ പ്രത്യക്ഷപ്പെട്ടു 1000 സംവത്സരം കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ഭരിച്ചതിന് ശേഷമാണ് ഗോഗ് മാഗോഗ് എന്ന് പറയുന്ന യുദ്ധത്തിലേക്ക് കടന്നു വരുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഞാനിവിടെ ശ്രദ്ധയിൽ ചൂണ്ടിക്കാണിക്കാം. ഇവിടെ പറയുകയാണ്, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം മുതൽ 1000 ആണ്ട് കഴിയുമ്പോൾ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെ ഗോഗ് മാഗോഗ് എന്നവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിക്കാൻ പുറപ്പെടും. ഇവിടെ പറയുകയാണ്, സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഒരു ജനം 1000 ആണ്ടിന് ശേഷം ഈ ലോകത്ത് കടൽപ്പുറത്തെ മണൽത്തരികൾ പോലെ ജനം പെറ്റുപെരുകുന്നൊരവസ്ഥ. ഇന്ന് ഏകദേശം 800 കോടി ജനങ്ങളുണ്ടെന്ന് പറയുന്നു. 800 കോടി ജനത്തെ എണ്ണുവാൻ കഴിയും. പക്ഷേ ഇവിടെ പറയുകയാണ്, കടൽപ്പുറത്തെ മണൽത്തരി പോലെ ജനം പെറ്റുപെരുകുന്നു എന്ന് പറഞ്ഞാൽ എണ്ണിയാൽ തീരാത്ത അത്രത്തോളം ജനങ്ങൾ കർത്താവിൻ്റെ 1000 വത്സരത്തെ ഭരണത്തിന് കീഴിൽ ഈ ജനങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും എല്ലാം സംഭവിച്ച് വളരെ ഫലഭൂയിഷ്ടമായിട്ടുള്ള ഭൂമിയിൽ കൃഷി ചെയ്ത് ഒരാടിനെ വളർത്തിയാൽ ആ ആടിൻ്റെ പാല് കൊണ്ട്, അതിൻ്റെ പാലിൻ്റെ പെരുപ്പം കൊണ്ട് ഉപജീവനം കഴിക്കാൻ കഴിയുന്ന അത്രത്തോളം സമ്പൽ സമൃദ്ധമായിട്ടുള്ള ഒരു രാജ്യം കർത്താവ് അവർക്ക് വേണ്ടി കൊടുക്കുകയാണ്. ഇതെല്ലാ നന്മയും അനുഭവിച്ചതിന് ശേഷവും അവരുടെ താല്പര്യം അവർക്ക് സാത്താൻ്റെ കൂടെ കൂടുവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് 1000 വർഷം കഴിയുമ്പോഴാണ് ഇത്രയും സമ്പൽ സമൃദ്ധമായിട്ടുള്ള ഒരു രാജ്യത്തിൽ, ദൈവരാജ്യത്തിൽ അവർ 1000 വർഷം വസിച്ചിട്ടും ഗുണം പഠിക്കാത്ത ഒരു തലമുറ സാത്താനെ അഴിച്ചു വിടുമ്പോൾ സാത്താൻ അവരെ വശീകരിച്ച് കർത്താവിനും തൻ്റെ വിശുദ്ധ നഗരത്തിനും പ്രിയ നഗരത്തെയും വളയുമെന്ന് പറയുമ്പോൾ അവരെ കർത്താവ് എന്ത് ചെയ്യും? ഇവിടെ പറയുകയാണ്, അവർ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും. സാത്താൻ്റെ പ്രേരണയാൽ 1000 വർഷത്തെ അതിജീവിച്ച 1000 വർഷം നന്മ അനുഭവിച്ച മണൽത്തരി പോലെയുള്ള ജനത്തിൽ ഭൂരിഭാഗം ജനങ്ങളും ഈ സാത്താനോടൊപ്പം ചെന്ന് പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും. എന്നാൽ ആകാശത്തു നിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധകാഗ്നി പൊയ്കയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. അപ്പോൾ കർത്താവ് 1000 സംവത്സരം കഴിയുമ്പോൾ സാത്താനെ ഒന്ന് അഴിച്ചുവിടും. സാത്താനെ അഴിച്ചുവിടുമ്പോഴാണ് ഈ മണൽത്തരി പോലെ പെറ്റുപെരുകിയ ഈ ജനം, നന്ദികെട്ട ജനം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത്രത്തോളം കർത്താവ് സമ്പൽ സമൃദ്ധമായിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ഒരു രാജ്യം കൊടുത്തിട്ട് പോലും അതിൽ പ്രവേശിച്ചിട്ട് സാത്താനെ അഴിച്ചുവിടുമ്പോൾ അവൻ്റെ കൂടെ കൂടി ഈ ജെറുസലേമിനെയും ദൈവത്തെയും അട്ടിമറിച്ചൊരു ഭരണം പിടിച്ചെടുക്കുവാൻ ശ്രമിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും തൻ്റെ വായിലെ ശ്വാസത്താൽ അവരെ എല്ലാം ഒടുക്കിക്കളയും, ദൈവം എല്ലാവരെയും നശിപ്പിച്ച് കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം നമുക്കറിയാം വെള്ളസിംഹാസന ന്യായവിധിയുണ്ട്. അതിനുശേഷം പുതിയ ആകാശത്തിലേക്കും പുതിയ ഭൂമിയിലേക്കും പുത്തനാം ജെറുസലേം ഇറങ്ങി വരുന്നു. ആ പുത്തനാം ജെറുസലേമിൽ എഫെസ്യ ലേഖനം 1:10 പറയുന്ന പോലെ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും പിന്നെയും കാലത്തിൻ്റെ സമ്പൂർണ്ണതയിൽ ക്രിസ്തുവിൽ ഒന്നിക്കുക എന്നുള്ള ഒരു കാലത്തിൻ്റെ സമ്പൂർണ്ണതയിലേക്ക് വേണ്ടി കാര്യങ്ങൾ നീക്കപ്പെടും. അതിനുശേഷം മനുഷ്യരോടൊത്ത് ദൈവം വസിക്കുന്ന നിത്യത നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോസ്തലനായ പത്രോസ് 3:12, 2 പത്രോസ് 3:12 വാക്യത്തിൽ ഇവിടെ പറയുന്ന ആകാശം തീയാൽ വെന്ത് നശിക്കുമെന്നും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുമെന്നുമൊക്കെ പറയുന്ന, അല്ലെങ്കിൽ പുതിയ നീതി വസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമി എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഇവിടെ മാറ്റപ്പെടുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ഒത്തിരി കാര്യങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ പറയുവാനുണ്ട്. ഓരോന്നോരോന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കുവാനുണ്ട്. സന്ദർഭവശാൽ അല്ലെങ്കിൽ സാഹചര്യം വരുമ്പോൾ അത് നമുക്ക് കൂടുതലായി മനസ്സിലാക്കാം. ഇപ്പോൾ പ്രത്യേകമായി ഊന്നി പറയാൻ ശ്രമിച്ച വിഷയം നമ്മുടെ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചാണ്. കർത്താവായ യേശു ക്രിസ്തു 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിൻ്റെ
16 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുന്ന പോലെ കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും കൂടെ ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം പുനരുദ്ധാനം പ്രാപിക്കുകയും ശേഷിക്കുന്ന നാം ജീവനോടിരിക്കുന്ന നാം അവരോടൊപ്പം രൂപാന്തരപ്പെട്ട് വാനമേഘങ്ങളിൽ എടുക്കപ്പെടുമെന്നുള്ള ആ വലിയൊരു സുദിനത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. നമ്മളിവിടെ നിന്ന് മാറിയാൽ മാത്രമാണ് തുടർന്ന് വരുന്ന 3 യുദ്ധങ്ങൾ ഇവിടെ നടക്കുകയുള്ളൂ. ഒന്നാമത്തെ യുദ്ധം 1/3 ജനം മരിക്കുന്ന വേൾഡ് വാറാണ്. അത് സംഭവിക്കും. അതിൻ്റെ ജയം ഇസ്രായേലിനായിരിക്കും. അത് ജയത്തോടു കൂടിയാണ് ഇസ്രായേലിൽ ആലയം പണിയുന്നത് എന്നൊക്കെ നമുക്ക് മുൻ വീഡിയോകളിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഹർമഗദോൻ എന്ന് പറയുന്ന യുദ്ധം നടക്കുന്നത്. ഹർമഗദോൻ നടക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്നും നമ്മൾ ചിന്തിക്കാൻ ഇടയായിത്തീർന്നു. അതിനുശേഷം 1000 സംവത്സരം കർത്താവ് മഹത്വത്തിൽ പ്രത്യക്ഷപ്പെട്ട 1000 സംവത്സരം ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ചു കൊടുക്കും. 1000 സംവത്സരത്തിന് ശേഷം വീണ്ടും ഗോഗ് മാഗോഗ് എന്ന് പറയുന്നൊരു യുദ്ധം നടക്കും. അങ്ങനെ ദൈവം പല നിലകളിൽ ഫിൽട്ടർ വർക്കുകൾ ചെയ്തിട്ടാണ് ഒരു അശുദ്ധൻ പോലും ദൈവരാജ്യത്തിൽ കടക്കാൻ കഴിയാത്ത വണ്ണം ഇവിടെ പറയുകയാണ്. വെളിപ്പാട് 21-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പറയുകയാണ്, എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭൂഷ്കു പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയത്രയും. ഇത് 2ാമത്തെ മരണം എന്ന് പറയുകയാണ്. പിന്നീട് പറയുകയാണ്, ഇന്ന ആൾക്കാർക്കൊന്നും അവിടെ പ്രവേശനമില്ല എന്ന് പറയുകയാണ്. അവർക്ക് ആർക്കൊക്കെയാണ് അവിടെ പ്രവേശനമില്ലാത്തത്? ഇവിടെ പറയുകയാണ്, അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കുകയില്ല. അപ്പോൾ കർത്താവ് ഒരുക്കുന്ന നിത്യതയിൽ പുത്തനാം യെരൂശലേമിൽ കർത്താവിനോടുകൂടെ നിത്യതയെ നമ്മൾ അനുഭവിക്കുമ്പോൾ നിത്യതയിൽ കടക്കാതെ പോകുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷേ നമുക്കിന്ന് സൗജന്യമായി ഈ നിത്യതയിലേക്കും അല്ലെങ്കിൽ ആദ്യം സ്വർഗത്തിലേക്കും അതിനുശേഷം പുത്തനാം യെരൂശലേമിലേക്കും തുടർന്ന് നിത്യതയിലേക്കും കടക്കുവാൻ ദൈവം ഒരു സാഹചര്യം തന്നിരിക്കുകയാണ്. നമ്മുടെ ഭാവി സുരക്ഷിതമാക്കുവാൻ വേണ്ടി 1 രൂപ പോലും ചെലവില്ലാതെ സ്വർഗത്തിൽ നിത്യത അനുഭവിക്കാനുള്ള മാർഗമാണ് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് ലക്ഷങ്ങൾ മുടക്കി 8-10 ലക്ഷങ്ങൾ മുടക്കി മറ്റുള്ള വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്ത് കൂടി വന്നാൽ ഒരു 30-40 വർഷത്തേക്ക് വേണ്ടിയുള്ള ഭാവിക്ക് വേണ്ടി മനുഷ്യൻ ഇങ്ങനെ ഓടി നടക്കുകയാണ്. പക്ഷേ ഈ ലോകം മുഴുവനും നേടിയാലും നിൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനമെന്ന് കർത്താവ് പറഞ്ഞതുപോലെ തന്നെയാണ് നമുക്കിന്ന് ചിന്തിക്കാൻ ആവശ്യമായിരിക്കുന്ന കാര്യം. ഇന്ന് ലോകത്ത് ഇങ്ങനെയുള്ള യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കെടുതികളും നടക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചു കൊള്ളുക, ഈ യുദ്ധത്തെക്കുറിച്ച് പല നിലകളിൽ എങ്ങനെ വേണമെങ്കിലും ആൾക്കാർക്ക് സംസാരിക്കാം. നമുക്കറിയുന്നത് കേരളക്കരയിലെ ഏറ്റവും നല്ല മാധ്യമങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ പോലും അത് അവരുടെ ഊഹാപോഹവും അല്ലെങ്കിൽ സാഹചര്യ തെളിവുകളും അല്ലെങ്കിൽ നടക്കുന്ന സാഹചര്യങ്ങളെ വിലയിരുത്തിയും ഒക്കെ പറയുന്നതാണ്. മനുഷ്യനാണത് പറയുന്നത്. അത് ചിലപ്പോൾ മാറ്റപ്പെടാം, അല്ലെങ്കിൽ തെറ്റിത്തിരുത്തി അയ്യോ അങ്ങനെയല്ലായിരുന്നു ഇങ്ങനെയായിരുന്നു എന്ന് അവർ ചിലപ്പോൾ ഒരു പക്ഷേ മാസങ്ങൾ കഴിയുമ്പോൾ അവർ തിരുത്തി പറഞ്ഞേക്കാം. ഇതൊക്കെ നമ്മൾ കേട്ട് ഭയചകിതരാകേണ്ട കാര്യമില്ല. ഇതെല്ലാം സംഭവിക്കേണ്ടത് തന്നെയാണ്. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും അവസാനം വരെ യുദ്ധമുണ്ടാകുമെന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള യുദ്ധങ്ങൾ ഈ തലമുറയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്ത്രീക്ക് ഈറ്റുനോവ് ആരംഭിക്കുമ്പോൾ ആ പ്രസവത്തോടടുക്കുമ്പോൾ വേദനയുടെ ദൈർഘ്യം കുറയും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വേദനയെടുത്ത് അല്പശമനം വരും, പിന്നെയും വേദനയെടുത്ത് അല്പശമനം വരും. പ്രസവത്തോടടുക്കുമ്പോൾ വേദന കൂടി വന്ന് ശമനങ്ങൾ കുറവായിരിക്കും. അങ്ങനെ വേദന കൂടി വന്ന് ആ സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം നൽകുമെന്ന് പറയുന്നത് പോലെ ഇതിൻ്റെ എല്ലാം ക്ലൈമാക്സിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഈ ഈറ്റുനോവിൻ്റെ ആരംഭങ്ങളെ കാണുമ്പോൾ, ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെ കാണുമ്പോൾ കർത്താവ് പറഞ്ഞതിന് പ്രകാരം മാത്രമാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്. നാളത്തെ കാര്യങ്ങൾ ഇന്നെന്ന പോലെ പറയുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം നോക്കിയാൽ, അല്ലെങ്കിൽ മോശയുടെ ആവർത്തന പുസ്തകം നോക്കിയാൽ, അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ നോക്കിയാൽ, വെളിപ്പാട് പുസ്തകം നോക്കിയാൽ 2000 വർഷങ്ങൾക്ക് മുൻപ് അവസാന ബൈബിൾ വാക്യം എഴുതി കുത്തിട്ടതിന് ശേഷം 2000 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ആ പറഞ്ഞതിന് പ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് നടക്കുന്നത് കാണുമ്പോൾ കർത്താവ് പറഞ്ഞതുപോലെ പ്രവാചക വചനങ്ങളിൽ രേഖപ്പെടുത്തിയത് മനസ്സിലാക്കാൻ കഴിയാത്ത മന്ദബുദ്ധികളെ എന്നാണോ കർത്താവ് നമ്മളെ വിളിക്കുന്നത് എന്നും ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ലോകത്തിൻ്റെ പിറകെ പോകാതെ ദൈവവചനം എന്തു പറയുന്നു അത് വിശ്വസിച്ച് അതിൽ തന്നെ ഇരുന്നു കൊള്ളുക. കർത്താവ് നമ്മളെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വരും. കാലം ഇനി അധികം താമസമില്ല. അതുകൊണ്ട് റാപ്ചറിന് ശേഷം വരാനിരിക്കുന്ന ഈ 3 യുദ്ധങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ രക്ഷ എത്രത്തോളം മഹത്വമുള്ളതാണ് എന്ന് മനസ്സിലാക്കി അതിനു വേണ്ടി ഒരുങ്ങുവാനും അതിനുവേണ്ടി ഉറ്റിരിക്കുവാനും അതിനെ ശ്രദ്ധിക്കുവാനും നമ്മുടെ കാതുകളും നമ്മുടെ തലച്ചോറ് മുഴുവനും നമ്മുടെ പ്രയത്നം മുഴുവനും ദൈവവചനത്തിൻ്റെ സത്യങ്ങളെ പഠിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും നമ്മൾ മാറ്റിവെക്കുന്നുവെങ്കിൽ നമുക്ക് ശുഭമായിട്ടുള്ളൊരു ഭാവി നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത് അത് നേടിയെടുക്കാൻ സാധിക്കും. അതിനായിട്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്.